ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ മോർണിംഗ് മന്നയുടെ ചിന്താ വിഷയം പാപികൾ അനുദപിക്കുമ്പോൾ സ്വർഗം ആനന്ദിക്കുന്നു എന്നാണ്. അതിന് ആധാരമായി കൊടുത്തിരിക്കുന്ന വാക്യം, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് പോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കപ്പെടുന്നു. യോഹന്നാൻ 17:18-19 വാക്യം. ദൈവം എന്നെ സ്നേഹിക്കാൻ വേണ്ടിയല്ല നാം അനുദപിക്കേണ്ടത്. ദൈവം തന്റെ സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തിയത് ദൈവത്തിനെതിരായുള്ള പാപം ചെയ്യാനുമല്ല. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതിലൂടെ ദൈവം അനുദപിക്കുന്നു. 10:24 പറയുന്നു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് ഏറ്റുപറഞ്ഞു. ആ ഏറ്റുപറച്ചിലിന്റെ ശിക്ഷ ഭയാനകമായിരുന്നു. അവന്റെ പ്രവൃത്തിയുടെ ദുഷ്ഫലം, അതിലൂടെ പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ എത്തുന്ന മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പാപക്ഷമ ലഭിക്കും എന്ന് ബൈബിൾ പറയുന്നു. നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും എന്ന് സർവശക്തനായ യേശു ക്രിസ്തു നമ്മോട് വിളിച്ചു പറയുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അടിമയെ അധികാരത്തിന് സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ടതിന് ഒത്തിരി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഒരു പ്രഭാതം കൂടി കാണുവാൻ തന്ന വലിയ നന്ദി പറഞ്ഞോളൂ കർത്താവ്. എത്രയോ ആയിരങ്ങൾ ഒരു ദിവസം കാണുവാൻ കഴിയാതെ നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഏഴുകളും പാപിലും ദോഷങ്ങളായ അടിയങ്ങൾക്ക് ഒരു ദിവസം കാണുവാൻ ശേഷിപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. എന്നിവ കേട്ട വചനപ്രകാരം നിങ്ങൾ ജീവിപ്പാനോട് നിലനിർത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രകാരം നിങ്ങൾ ജീവിപ്പാനോട് നിലനിർത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കേൾവിക്കാർ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവരെയും അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കും. ജന്മദിനം ആഘോഷിക്കുന്ന ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വർഷം കൂടെ ശേഷിപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഞാൻ സർവ്വനന്മക്കളും നിങ്ങൾ നിറയ്ക്കുമാറാണെന്നും ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ജീവിച്ച അന്വേഷണം വീക്ഷിക്കുന്ന കൃപയോട് കേട്ട് ഉത്തരം തരുമാറാണമേ. ആമീൻ. എല്ലാവർക്കും ഒരു നല്ല ദിവസത്തെ നേരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.